بسم الله الرحمن الرحيم خلق السماوات والأرض بالحق يكور الليل على النهار ويكور النهار على الليل وسخر الشمس والقمر كل يجري لأجل مسمى ألا هو العزيز الغفار خلقكم من نفس واحدة ثم جعل منها زوجها وأنزل لكم من الأنعام 8 أزواج يخلقكم في بطون أمهاتكم خلقا من بعد خلق. അസ്സലാമു അലൈക്കും. സദസ്സിൽ കൂടുതൽ ചോദിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വിശദമായി ചോദിക്കാം. അടുത്ത ആൾ വരും വരെ വിശദീകരണം വേണ്ട, നിങ്ങളെ ചോദ്യം ചോദിച്ചാൽ അത് ഉണ്ടോ അല്ലേ എന്നല്ല ഞങ്ങൾ തീരുമാനിച്ചു. സിഹർ ബാധിക്കുമോ ബാധിക്കുകയില്ലേ? ഇവിടെ തന്നെ ഒരു കൈ ഉയർത്തിക്കൊണ്ട് 2 വീക്ഷണമുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. വേണ്ട, നിങ്ങൾ സദസ്സിന്റെ കയ്യിൽ നിങ്ങളുടെ KJUവിന്റെ അഭിപ്രായം എന്താണ്? സിഹർ ബാധിക്കുമോ ബാധിക്കുകയില്ലേ? ഇത്രേ ഉള്ളൂ. വിഷയം ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞു. സുഹൈർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നതാണ്, വളരെ വിശദീകരിക്കപ്പെട്ടു. അതുകൊണ്ട് ആ ചോദ്യം വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ വിശദീകരിക്കപ്പെട്ടു കഴിഞ്ഞു. സിഹർ ബാധയുമായി ബന്ധപ്പെട്ട വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചുണർന്നിരുന്നതാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലത് വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പോലും ചർച്ച വന്നു. മറ്റു വിഷയങ്ങൾ വല്ലതുണ്ടെങ്കിൽ ചോദിക്കാം. വ്യക്തമായി പറയണം. KJUവിന്റെ അഭിപ്രായം സിഹർ ബാധിക്കും എന്നുള്ളത് ഫത്വയാണോ? ആണ് എങ്കിൽ ആണെന്ന് പറയുക, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. ആണ് എന്ന് പറഞ്ഞാൽ മതി, കഥ തീരും. ഞങ്ങൾ ഇല്ലെന്ന് പറയുന്നു. യെസ് ഓർ നോ. പിന്നെ ചോദ്യം അവിടെ ഇരിക്കട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സിഹർ ബാധയുമായി ബന്ധപ്പെട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വീക്ഷണം വളരെ വ്യക്തമായി വിശദീകരിക്കപ്പെട്ടു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കൊള്ളാം, ഇല്ലെങ്കിൽ ആവാം. ഇനി മനസ്സിലാകേണ്ട കാര്യം എന്താണെങ്കിൽ അത് ചോദിക്കുക. നിങ്ങൾക്ക് അറിയേണ്ട മനസ്സിലാകേണ്ട കാര്യമെങ്കിൽ അത് ചോദിക്കുക. പിശാച് മനുഷ്യന്റെ ഹൃദയത്തിലല്ലാതെ മനുഷ്യന്റെ ശാരീരികമായിട്ട് പീഡനം ഏൽപ്പിക്കുമോ? ഇത് വിശുദ്ധ ഖുർആന്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിൽ ഒരു മറുപടി പ്രതീക്ഷിക്കും. ആദ്യം ചോദിച്ച സുഹൃത്ത് വിഷമിക്കണ്ട. അദ്ദേഹത്തിന് പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി അദ്ദേഹത്തിന് വ്യക്തമാക്കി തരാം. സിഹിറിനെ സംബന്ധിച്ച് കേരള നദ്വത്തുൽ മുജാഹിദീന്റെ നിലപാട് എന്താണെന്ന് ഒരു വിഷമവും ആ വിഷയത്തിൽ അദ്ദേഹം വിചാരിക്കാതെ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ 102-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഭാഗം വത്തബഉ മാ തത്ലു ശയാത്തീൻ അലാ മുൽക്കി സുലൈമാൻ വമാ കഫറ സുലൈമാനു വലാകിന്ന ശൈത്താന കഫറു യുഅല്ലിമൂന الناس السحر وما أنزل على الملكين ببابل هاروت وماروت وما يعلمان من أحد حتى يقولا إنما نحن فتنة ولا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്ന ഭാഗം, ആ ഭാഗം എൻ്റെ സുഹൃത്തിന് അറിയില്ല എന്ന് പറഞ്ഞാൽ അത് എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ആ ആയത്തിന് കേരള നദ്വത്തുൽ മുജാഹിദീൻ നൽകുന്ന അർത്ഥമെന്ത് എന്ന് അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. കാരണം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സെന്ററിൽ വെച്ചുകൊണ്ട് തന്നെ അബ്ദുറഹ്മാൻ സലഫി അതുപോലെ തന്നെ ശംസുദ്ദീൻ പാലത്ത് ആ 2 പേരും ഉൾപ്പെട്ടുകൊണ്ട് ഇവിടെ വെച്ചുകൊണ്ട് നടന്ന ഇതുപോലൊരു പരിപാടിയിൽ അദ്ദേഹം ഇതേ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. അവിടെ വിശദീകരണം വന്നിട്ടുണ്ട്. KNMന്റെ വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. അമാനി മൗലവിയുടെ തഫ്സീർ വായിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടും പിന്നെയും അദ്ദേഹത്തിന് KNMന്റെ നിലപാട് എന്ത് എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിലെ ഉൾട്ട മനസ്സിലായത് കൊണ്ടാണ് നേരത്തെ ശംസുദ്ദീൻ പാലത്ത് ആ രൂപത്തിൽ പറഞ്ഞത്. അപ്പൊ അറിയാത്തത് കൊണ്ടല്ല, മനസ്സിലാകാത്തത് കൊണ്ടല്ല, മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്ന് ഭാവിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പിച്ച് ഞാൻ പറയുന്നു, കേരള നദ്വത്തുൽ മുജാഹിദിന് സിഹിർ, ആ സിഹിറിന്റെ വിഷയത്തിൽ
അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിന് വിരുദ്ധമായ ഒരു വിശ്വാസമില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം സിഹ്ർ ഫലിക്കും എന്നാണ്. ആ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം, ആ വിശ്വാസം അംഗീകരിക്കുന്നവരാണ് സലഫികൾ, അംഗീകരിക്കുന്നവരാണ് മുജാഹിദുകൾ. അത് അംഗീകരിക്കില്ല, അങ്ങനെ അംഗീകരിക്കാത്തവരാണ് ഞങ്ങളെന്ന്, അങ്ങല്ലെങ്കിൽ അങ്ങനെ ആകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് കാര്യമില്ല. ഞങ്ങൾ സുന്നത്ത് ജമാഅത്തായി ജീവിക്കണമെന്നും അങ്ങനെ മരിക്കണമെന്നും ആഗ്രഹിച്ചു പോയി. ഇനി ഞങ്ങൾ അങ്ങനെ ആകരുതെന്ന് നിങ്ങൾക്ക് വാശിയുണ്ടെങ്കിൽ അങ്ങനെ ആകാൻ ഞങ്ങളെ കൊണ്ട് കഴിയൂല. ഞങ്ങൾ അത് ഉറപ്പിച്ചവരാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ആ വിഷയത്തിലുള്ള അഭിപ്രായം അതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞാൻ അതിൽ സംശയമൊന്നും വേണ്ട, കേട്ടോളൂ. മുജാഹിദ് പ്രസ്ഥാനം ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രശ്നം ഉണ്ടായപ്പോൾ എന്താ പറഞ്ഞത്? അബ്ദുസ്സലാം സുല്ലമി തന്നെ കേരളത്തുൽ മുജാഹിദിന്റെ വിശദീകരണം എന്താണ്, ആ വിഷയത്തിൽ നൽകണം എന്താണെന്ന് വിശദീകരിച്ച് നോക്കൂ. പ്രബന്ധം ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോൾ, മുജാഹിദ് പ്രസ്ഥാനത്തിൽ കടന്നുകൂടിയ വടവൂരികൾ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ മുജാഹിദുകൾ പറഞ്ഞത്, സലാം സുല്ലമി തന്നെ പറയുന്നുണ്ട്, പൂർവികരും ആധുനികരുമായ സലഫികളിൽ ബഹുഭൂരിപക്ഷവും സിഹ്ർ ഫലിക്കുമെന്നും പ്രവാചകന് സിഹ്ർ ഫലിക്കുകയുണ്ടായിട്ടുണ്ടെന്നും വിശ്വസിക്കുന്നവരാണ്. അപ്പൊ അതിന് വിരുദ്ധമായ ഒരു വിശ്വാസം ഞങ്ങൾക്ക് എന്തായാലും ഉണ്ടാവൂല. പൂർവികരും ആധുനികരുമായ സലഫികളിൽ ബഹുഭൂരിപക്ഷവും ആ സലഫുകളുടെ മാർഗം സ്വീകരിക്കുന്നവരാണ് ഞങ്ങൾ. ആ നിലപാട് ഞങ്ങളുടെ നിലപാടാണ്. അതിന് വിരുദ്ധമായ നിലപാട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക നിലപാടല്ല, കേരള ജമിയത്തുൽ ഉലമയുടെ ഔദ്യോഗികമായ നിലപാടല്ല. ഇത് ആവർത്തിച്ച് പറയാൻ ഒരു പ്രയാസവും ഇല്ല. ഇനി രണ്ടാമത് ഇപ്പൊ ചോദിച്ച അദ്ദേഹത്തിന്റെ സംശയത്തിലുള്ളത്, പിന്നെ അങ്ങനെ സിഹിർ അല്ലെങ്കിൽ ശൈത്താന് മനുഷ്യനെ ശാരീരികമായി ഉപദ്രവിക്കാൻ കഴിയുമോ എന്നാണ്. ആ ചോദ്യം ഇപ്പൊ അസ്ഥാനത്താണ്. കാരണം വെച്ചാൽ ഒരല്പം മുമ്പാണ് ഒരു ഹദീസ് ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ചത് പറഞ്ഞത്, പിശാച് കുട്ടിയെ ഉപദ്രവിക്കും, കുട്ടിയെ സ്പർശിക്കും. അത് റൌഫ് മദനി പറഞ്ഞതും അദ്ദേഹം കേട്ടു. ഇനി ആ ഹദീസിൽ വല്ല സംശയം ഉണ്ടാവും, ലൈഫാണ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്തതാണ്, മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ബുഖാരി ദുർബലുണ്ട്, മുസ്ലിം ദുർബലുണ്ട്, പണ്ഡിതന്മാർ എതിർത്തിട്ടുണ്ട് പറയാൻ പറ്റുമോ? ഇല്ല. ആരെങ്കിലും എതിർത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പണ്ഡിതന്മാർ മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയും പിശാച് ശാരീരികമായി ആരെങ്കിലും ഉപദ്രവിക്കുമോ എന്ന് വെച്ചാല് ആ ചോദ്യത്തിന് തന്നെ അർത്ഥമില്ല. കാര്യം എന്ന് വെച്ചാൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ പിശാച് കുത്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെ ഉണ്ടാകുമ്പോ ഇനി അത് കേട്ടിട്ട് പിശാച് കുത്തുന്ന് കേട്ടിട്ട് വല്ല ജോത്സ്യന്റെ അടുക്കലേക്കോ അല്ലെങ്കിൽ സിഹ്ർ പഠിച്ച സലാം സുല്ലമിയുടെ അടുക്കലേക്കോ ഓടിപ്പോകരുത്. നേരെ മറിച്ച് അവിടെ അള്ളാഹുവിനോട് അഭയം ചോദിക്കണം, റബ്ബിനോട് അഭയം ചോദിക്കണം. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ആവശ്യമെങ്കിൽ വിശദീകരണം ഇനിയും ആവാം. അസ്സലാമു അലൈക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു സലഫാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലയിൽ വെച്ച് ദുആ ചെയ്ത ഒരു സഹാബത്താണ്. ആ സഹാബി തന്നെ വമാ ഉൻസില അലൽ മലക്കൈനിക്ക് ബാബില വ ഹാറൂത്ത് മാറൂത്ത്, രണ്ട് മലക്കിനെ ഇറക്കി അള്ളാഹു സിഹ്ർ പഠിപ്പിച്ചെന്ന് പറയുന്ന ആയത്തിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല കൊടുത്തത്, ഇത് മലക്കിനെ അള്ളാഹു ഇറക്കിയിട്ടല്ല, ഇത് രണ്ട് മനുഷ്യന്മാർ കുതന്ത്രം പ്രയോഗിച്ചുകൊണ്ട് അവരാണ് ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ചത്, അല്ലാതെ അള്ളാഹു അല്ല അൻസലല്ലാഹു സിഹ്റ, അള്ളാഹു സിഹറിന് യാഥാർത്ഥ്യമില്ല എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല വ്യാഖ്യാനം കൊടുത്തത്. ഈ വ്യാഖ്യാനത്തിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു? അപ്പോ അത് മുജാഹിദുകൾ കാണാത്തതല്ല, മുജാഹിദുകൾ മനസ്സിലാക്കാത്തതല്ല. വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത്ത് വ മാറൂത്ത് എന്ന് പറയുന്നിടത്ത് അവിടെ മലക്കുകളെ പഠിപ്പിച്ചിട്ടില്ല എന്നാണ്. എന്നാൽ അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമാനി മൗലിയുടെ തഫ്സീർ നിങ്ങളൊന്ന് നന്നായി വായിച്ചു പഠിക്കണം. വമാ ഉൻസില എന്ന വാക്കിന് ഇറക്കപ്പെട്ടതും എന്നാണ് ഭൂരിപക്ഷം പണ്ഡിത വ്യാഖ്യാതാക്കളും അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്. വാചിക ഘടനയുടെ സ്വാഭാവികമായ നിലനോക്കുമ്പോഴും അതാണ് മുൻഗണന അർഹിക്കുന്നത്. ഇതനുസരിച്ച് ഈ വാക്ക് അതിന്റെ നേരെ മുമ്പുള്ള യുഅല്ലിമൂനന്നാസ സിഹ്റ, അവർക്ക് മനുഷ്യർക്ക് സിഹ്ർ പഠിപ്പിച്ചിരുന്നു എന്ന വാക്യത്തോട് ചേർന്നതായിരിക്കും. അപ്പോൾ പിശാചുക്കൾ സിഹ്റും അതിനു പുറമെ രണ്ട് മലക്കുകൾക്ക് ഇറക്കപ്പെട്ടതും പഠിപ്പിച്ചിരുന്നു എന്നായിരിക്കും അർത്ഥം. അപ്പോ പിശാചുക്കൾ പഠിപ്പിച്ചതും അതിനു മുമ്പ് പറഞ്ഞ മലക്കൈനി എന്ന് പറഞ്ഞ ആ രണ്ട് മലക്കുകൾ പഠിപ്പിച്ചതും എന്ന അർത്ഥം അവിടെ ലഭിക്കും എന്ന് കൃത്യമായി പറയുകയാണ്. മാത്രമല്ല വീണ്ടും പറയുന്നു, പിശാചുക്കൾ ഓതിക്കൊടുത്തതിനെ അവർ പിൻപറ്റി എന്ന വാക്യത്തോട് ചേർന്നതുമാകാം.
ഇതാണ് പലരും സ്വീകരിച്ചു കാണുന്നത്. അപ്പോൾ പിശാചുക്കൾ ഓതിക്കൊടുക്കുന്നതിന് പുറമെ 2 മലക്കുകൾ ഇറക്കപ്പെട്ടതും യഹൂദികൾ പിൻപറ്റി അഥവാ പ്രയോഗിച്ചു വന്നു എന്നായിരിക്കും അർത്ഥം. വമാ ഉൻസില എന്ന വാക്കിന് ഇറക്കപ്പെട്ടിട്ടുമില്ല എന്നും ചില വ്യാഖ്യാതാക്കൾ അർത്ഥം കൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞ ചോദ്യം അവിടെയുള്ളത്. മാ എന്ന പദത്തിന് ഇല്ല എന്ന നിഷേധത്തിന്റെ നഫിന്റെ അർത്ഥമുണ്ടെങ്കിലും വാചകഘടനയുടെ ഘടനാപരമായ സ്വഭാവം, ആ മലക്കുകളെ പറ്റി തുറന്നു പറയുന്ന പ്രസ്താവനകൾ മുതലായവ നോക്കുമ്പോൾ ഈ അഭിപ്രായം കേവലം ദുർബലമായ ഒരു അഭിപ്രായമായിട്ടാണ് തോന്നുന്നത്. ദൈർഘ്യം ഭയന്ന് കൂടുതൽ ഇവിടെ വിശദീകരിക്കുന്നില്ല. ഒന്നാമത്തെ അഭിപ്രായ പ്രകാരം മലക്കുകൾക്ക് ഇറക്കപ്പെട്ടതും എന്നർത്ഥമാക്കുമ്പോൾ മലക്കുകൾ സിഹിറിന്റെ വകുപ്പിൽപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെട്ടുവെന്നും അവർ ജനങ്ങൾക്ക് സിഹിർ പഠിപ്പിച്ചുവെന്നും വരുമല്ലോ. ഇതിൽ നിന്നുളവാകുന്ന സംശയങ്ങളാണ് വാസ്തവത്തിൽ മലക്കുകൾക്ക് ഇറക്കപ്പെട്ടിട്ടില്ല എന്ന രണ്ടാമത്തെ അർത്ഥം കൽപ്പിക്കപ്പെടാൻ കാരണമായിട്ടുള്ളത്. ഈ സംശയങ്ങൾക്ക് മറുപടി താഴെ വരുന്ന വിവരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമാനി മൗലവി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ സുദീർഘമായ ഒരു വിശദീകരണം തന്നെ നൽകിയിട്ടുണ്ട്. അപ്പൊ മാ നഫീന്റെ രൂപത്തിൽ ചില പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് പരിശോധിക്കാത്തവരല്ല മുജാഹിദുകൾ, അത് കാണാത്തവരല്ല മുജാഹിദുകൾ. അതിപ്പോ വേറെ ചില ആളുകൾ കണ്ട് അത് ഒരു മനസ്സിലാക്കി അതാണ് അതിന്റെ ശരി, അത് മാത്രമാണ് ശരി, അത് ഞങ്ങൾ അംഗീകരിച്ചു കൊള്ളണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മറ്റുള്ള വിശദീകരണങ്ങളൊന്നും കാണാത്തവരാകണം. അതല്ലെങ്കിൽ ഈ രൂപത്തിൽ ആരെങ്കിലും പറയുമ്പോൾ അവരുടെ പ്രസംഗങ്ങൾ മാത്രം കേട്ട് അത് സ്വീകരിക്കുന്നവരാകണം. ഒരു ഹദീസിനെ സംബന്ധിച്ച് വരുന്ന അല്ലെങ്കിൽ ആയത്തിനെ സംബന്ധിച്ച് വരുന്ന വിശദീകരണങ്ങൾ അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിലാണ് മുജാഹിദുകൾ മനസ്സിലാക്കുന്നത്. ആ വിഷയത്തിലുള്ള നിലപാട് കൃത്യമായി നിങ്ങൾ പറഞ്ഞ ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരമെന്നോണം തന്നെ അമാനി മൗലവി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ സംബന്ധിച്ച് വിശദീകരിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് യാസ്മിൻ, വള്ളക്കടവ് താമസം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദ് ഉപദേശിച്ച് മാത്രം സലഫി സമൂഹ സൃഷ്ടി സാധ്യവുമല്ല. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നൊരു വിട്ടുകൊണ്ട് കാലം കഴിച്ചു കൂട്ടുക എന്നത് ഒരു തരം നിരാശാബാധിത നിഷ്ക്രിയത്വമാണ്. മുജാഹിദേക്ക് നിരാശ ബാധിച്ചിട്ടാ പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്നിങ്ങനെ മുജാഹിദിൽ പറഞ്ഞു നടക്കുന്നത്. അത് നിരാശാബാധിത നിഷ്ക്രിയത്വമാണെന്ന് എഴുതി വെച്ച മടവൂരി. ആ മടവൂരി പറയാ ജിന്നിനോട് പ്രാർത്ഥിക്കാന്ന് മുജാഹിദ്. ഇവിടെ പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്ന് പറയാൻ തന്നെ സമയം തികയില്ല. പിന്നല്ലേ ജിന്നിനോട് പ്രാർത്ഥിക്കാന്ന് പറയാ. എവിടെയുള്ളത്? ഇനി അതേ മടവൂരിയോട് ഞാൻ ആത്മാർത്ഥമായി ചോദിക്കട്ടെ, ഇത് ഞാൻ ഒരുപാട് സ്ഥലത്ത് കാണിച്ചാണ്. ഇനിയിപ്പോ ഈ പ്രാണിക്കുന്നതിൽ പുതുമയൊന്നുമില്ല, പക്ഷെ മടവൂരിയുടെ അതിന് കാണിക്കാതിരിക്കാൻ പറ്റൂല. ഇതെന്താ കാര്യം എന്നറിയോ? ഇതിന് മൈത്രിയുടെ ദേവാലയങ്ങൾ എന്നാണ്. ഇതിപ്പോ ചെറുക്കാണോ അല്ലേ നമ്മളിനി വാദപ്രയോഗം നടത്തേണ്ട കാര്യമൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്നറിയോ? മൈത്രിയുടെ ദേവാലയം 2006 മാർച്ച് 2026 ഞായറാഴ്ച പുറത്തിറങ്ങിയ മനോരമ. ആ മനോരമ ഇതിൽ പറയുന്നതാണ് 1997 മങ്കട മാണിക്കേടത്ത് മഹാദേവ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം തുടങ്ങിയത്. ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഇപ്പോൾ ഏകദേശം പൂർത്തിയായി. എപ്പോഴാ? 2006 സംഘടനയൊക്കെ പോയി, മടവൂരൊക്കെ ഉണ്ടായി. അങ്ങനെ 2006 അങ്ങനെ പൂർത്തിയായി. ക്ഷേത്രത്തിലെ ആദ്യത്തെ തേങ്ങയുടക്കൽ ചടങ്ങിനുള്ള തേങ്ങ മറിയുമ്മയുടെ മകൻ മങ്കട അബ്ദുൽ അസീസ് മൗലവിയാണ് നൽകിയത്. ജിന്നോ? ഏത് ജിന്ന്? അതോ ശൈത്താനോ? കൃത്യമായി നിങ്ങൾക്ക് കാണാം. ആദ്യത്തെ തേങ്ങയുടക്കൽ ചടങ്ങിനുള്ള തേങ്ങ മറിയുമ്മയുടെ സഹോദരനായ മങ്കട അബ്ദുൽ അസീസ് മൗലവിയാണ് നൽകിയത്. അപ്പൊ പിന്നെ പറയാം തേങ്ങ ഒടിച്ചിട്ടില്ലല്ലോ എന്നാ, പിന്നെ ഉടക്കാൻ കൊടുത്തിട്ടില്ലേ ഉള്ളൂ എന്നാ. തേങ്ങ ഉടച്ചിട്ടുണ്ടോ? ഇല്ല, തേങ്ങ ഉടക്കാൻ കൊടുത്തിട്ടില്ല. അതിന്റെ ഹുക്കും എന്താ? ഇനി ഈ പറഞ്ഞ ആള്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നമ്മളിൽ നിന്ന് യാത്രയായി അദ്ദേഹത്തെ കുറ്റപ്പെടുത്തണമെന്നോ കുത്തിപ്പറയണമെന്നോ നമുക്ക് ആഗ്രഹമില്ല. അള്ളാഹു അദ്ദേഹത്തിന് പൊറത്തു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് വേറെ നിവർത്തിയില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉദ്ധരണികളെ കോട്ടിമാട്ടി ദുർവ്യാഖ്യാനം ചെയ്ത് പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിക്കുന്ന മടവൂരികളുടെ തൗഹീദിന് എന്താത്മാർത്ഥതയുണ്ട്, എന്താത്മാർത്ഥമുള്ളത്. പക്ഷേ ജിന്ന് കേൾക്കുമ്പോ അപ്പൊ ചിരി പോവാ. ഇത് കേട്ട ചിരിച്ചേ പറ്റുള്ളൂ, വേറെ നിവർത്തിയില്ല. സൈക്കിളിൽ നിന്ന് ഇവിടെ ചിരിച്ചു കാണിക്കണമല്ലോ.
അപ്പൊ ആ ഒരു അവസ്ഥയുള്ളൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ എന്താന്ന് ചോദിച്ചാല്, ഇത് കൃത്യം ഞാൻ ഇത്രയും ശക്തമായി പറഞ്ഞു വെച്ചാല്, ഞാൻ ഇതിനു മുമ്പും ഈ വിഷയം കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തി നസീഹത്തോടെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഈ തിരുവനന്തപുരത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ഊരു ചുറ്റിക്കൊണ്ട്, ഇവിടെ മുഖാമുഖം പോലും സംഘടിപ്പിച്ചുകൊണ്ട് മുജാഹിദുകൾ അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരാണ്, ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണെന്ന് പച്ചക്കള്ളം കെട്ടിപ്പറയുമ്പോ തൗഹീദിന്റെ സംരക്ഷണത്തിന് വേണ്ടി പറയൽ അത്യാവശ്യമായതുകൊണ്ടാണ് ഈ രൂപത്തിൽ പറയുന്നത്. തീർച്ചയായും ഇബ്രാഹിം നബി പറഞ്ഞതുപോലെ ശത്രുത പ്രഖ്യാപിക്കുന്ന മടവൂരികളുമായി നിങ്ങൾ അള്ളാഹുവിന്റെ ഏകത്വം, റബ്ബിന്റെ തൗഹീദ്, ആ തൗഹീദിനെ ചോദ്യം ചെയ്തുകൊണ്ട് നിലകൊള്ളുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് നിലകൊള്ളുകയും പരസ്യമായി റോട്ടിലിട്ടുകൊണ്ട് റസൂലുള്ളാഹിയുടെ വചനങ്ങളെ പിച്ചിച്ചീന്തുകയും ചെയ്യുമ്പോൾ ആ പടി നിർത്താതെ അത് അവസാനിപ്പിക്കാത്ത കാലത്തോളം ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള ശത്രുത അത് വ്യക്തമായിരിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. അപ്പോ മംഗളമാണിക്കേടത്തെ ക്ഷേത്രത്തിൽ തേങ്ങ ഉടക്കാൻ വേണ്ടി തേങ്ങ കൊടുത്താൽ നോ പ്രോബ്ലം. എന്നാൽ ഏതെങ്കിലും ഒരു ഉദ്ധരണി എവിടെയെങ്കിലും കണ്ടാൽ അതെടുത്തുദ്ധരിച്ച് കോട്ടിമാട്ടി അത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മുജാഹിദുകൾ ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നവരാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ചില ആളുകൾ ബോധപൂർവം ശ്രമിക്കുകയാണ്. 1000 കുതിരശക്തിയോടെ അത്തരം വാദമുന്നയിക്കുന്നവരെ വെല്ലുവിളിക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ, ആ പണ്ഡിതൻ അള്ളയല്ലാത്തവരോട് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞൊരു വാചകം കാണിച്ചു തന്നാൽ വ്യക്തിപരമായി ഞാൻ ഇനി ഒരിക്കലും മടവൂരികൾക്കെതിരെ സംസാരിക്കുകയില്ല എന്നീ സമയത്ത് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഞാൻ ഒരുക്കമാണ്. ഏതായാലും മുഖാമുഖമുള്ളത് നേരത്തെ അറിയിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും അങ്ങനെ ഒരു ഉദ്ധരണി തെളിയിക്കാൻ സമർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഇവിടെ അവർ സമർത്ഥിച്ചു കൊള്ളണം, പറഞ്ഞുകൊള്ളണം. ഞങ്ങളൊക്കെ അങ്ങ് പോയിട്ട് മുസ്ലിം പ്രസ്ഥാനത്തിലേക്ക് വരുന്ന ചെറിയ കുട്ടികളുണ്ടാവും. അങ്ങനെ കൃത്യമായി വ്യക്തമായി കാര്യങ്ങളൊക്കെ പഠിച്ചറിയണതിന് മുമ്പ് അവരുടെ ചെവിയിൽ കുറുമ്പി അങ്ങനെ കൊണ്ടുപോയി അങ്ങനല്ലേ ഇങ്ങനല്ലേ എന്ന് ചോദിച്ച് ഫിത്തന ഉണ്ടാക്കാൻ നിൽക്കാതെ കൃത്യമായി അങ്ങനെ മുജാഹിദുകൾ പറഞ്ഞിട്ടുണ്ട്, തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിയും, അതിന് തെളിവ് ഞങ്ങൾ ഹാജരാക്കാം എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമെങ്കിൽ ആരോപണം കൊണ്ട് കാര്യമില്ല, തെളിവ് കൊണ്ടുവരണം. ആ തെളിവ് കൊണ്ടുവന്നാൽ അതിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ വിശദീകരിച്ചു തരാം. മടവൂരികൾ എന്തൊക്കെയാണോ എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. ആ തെറ്റിദ്ധാരണ മാറ്റിത്തന്ന താങ്കൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഒരു ചോദ്യം കൂടി അവശേഷിക്കുന്നു. സിഹിർ ബാധിക്കും എന്ന് പറഞ്ഞു. സിഹിർ ബാധ ഉണ്ടായ ഒരാളെ എങ്ങനെ അറിയാൻ സാധിക്കും? അങ്ങനെ ബാധിച്ചാൽ അവൻ എന്ത് പ്രതിവിധിയാണ് ചെയ്യേണ്ടതെന്ന് കൂടി അറിഞ്ഞാൽ കൊള്ളാം. അസ്സലാമു അലൈക്കും. അപ്പൊ സിഹിർ ബാധിച്ചാല് എങ്ങനെ അറിയാം? അങ്ങനെ അറിഞ്ഞാല് എന്ത് ചെയ്യാന്നാണ്. അപ്പൊ എങ്ങനെ അറിയാന്നാ? ഇത് നമ്മുടെ മടവൂരി തന്നെ ഇറക്കിയ നേരത്തെ ഞാൻ പറഞ്ഞ ബുക്ക് ജിന്ന് ശൈത്താൻ സിഹിർ. അപ്പൊ നമുക്ക് മടവൂരിയോട് തന്നെ ചോദിച്ചു വെക്കാം, എങ്ങനെ അറിയല്? മടവൂരി തന്നെ പറയട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുജാഹിദ് പ്രസ്ഥാനത്തിന് ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയ പരിഭാഷപ്പെടുത്തിയ പുസ്തകമാണിത്. ഈ പുസ്തകത്തിൽ കൃത്യമായി തന്നെ പറയാണ്, സിഹിർ ബാധയിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗവും ചികിത്സിക്കാനുള്ള വഴിയും അള്ളാഹു തന്റെ ദാസന്മാർക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അവയിൽ ചിലത് താഴെ വിരിക്കുന്നു. സിഹിർ ബാധിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട പ്രാർത്ഥനകൾ, ദിക്റുകൾ എന്നിവ കൊണ്ടുള്ള പ്രതിരോധമാണ്. നമസ്കാരാനന്തമുള്ള ദിക്റുകൾക്ക് ശേഷവും ഉറങ്ങുന്നതിന് മുമ്പും ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. ഖുർആനിൽ ഏറ്റവും മഹത്തായ സൂക്തമായ ആയത്തുൽ കുർസി താഴെ കൊടുക്കുന്നു. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. അങ്ങനെ ആയത്ത് കൊടുക്കുകയാണ്. അപ്രകാരം സൂറത്തുൽ ഇഖ്ലാസ്, ഫലഖ്, നാസ് എന്നിവ 3 പ്രാവശ്യം വീതം നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷവും രാപ്പകലുടെ ആരംഭത്തിലും ഉറങ്ങുന്നതിന് മുമ്പും പാരായണം ചെയ്യുക. കൂടാതെ രാത്രിയുടെ ആരംഭത്തിൽ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്ത് പാരായണം ചെയ്യുക. അങ്ങനെ വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതിയാവുന്നതാണ്. ഇനി അവിടെ നിന്നിങ്ങോട്ട് സൂറത്തു ആലു ഇമ്രാനിലെ ആയത്ത് അത് സൂറത്തു ബഖറയിലെ തന്നെ അവസാനത്തെ ആയത്ത് അത് ഓതാൻ പറയുന്നു. അങ്ങനെ ഒരാൾക്ക് സിഹിർ ബാധിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ അല്ലെങ്കിൽ അയാൾക്ക് തോന്നിയാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ദിക്റുകൾ അദ്ദേഹം കൊണ്ടുവരണം തന്റെ ജീവിതത്തിൽ. അതുപോലെ തന്നെ സൂറത്തുൽ ഫലഖ് ഓതണം, സൂറത്തുൽ നാസ് ഓതണം. അതുപോലെ നബി പഠിപ്പിച്ച പ്രാർത്ഥന കൊണ്ട് അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ് വശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാക ശിഫാ ലാ യുഗാദിറു സഖബ ബിസ്മില്ലാഹി ഉർഖീക് മിൻ കുല്ലി ശൈഇൻ യുദീക് എന്ന് പറയുന്ന പ്രാർത്ഥന, അങ്ങനെ പ്രാർത്ഥനകളെല്ലാം ചെയ്യണം. അങ്ങനെ ഈ രൂപത്തിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സിഹിർ ബാധിച്ചതായി
അദ്ദേഹത്തിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു പ്രയാസം കൊണ്ട് തോന്നുകയാണെങ്കിൽ അയാൾ ഒരു പേടിയും പേടിക്കാനില്ല. അതിനാണ് അല്ലാഹു ഖുർആനിൽ ആയത്തുകൾ ഇറക്കിയത്. സൂറത്തുൽ ഫലക്കുള്ളത്, സൂറത്തുൽ നാസ് ഉള്ളത്, ആയത്തുൽ കുർസി ഉള്ളത്, ആമന റസൂൽ ഉള്ളത്, അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ബിൽ ബസ് എന്ന പ്രാർത്ഥനയുള്ളത്. അതുപോലെ തന്നെ പ്രവാചകൻ പഠിപ്പിച്ച ഒരുപാട് പ്രാർത്ഥനകൾ, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മാ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം തുടങ്ങിയ പ്രാർത്ഥനകളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രാർത്ഥനകളെല്ലാം തന്റെ ജീവിതത്തിൽ കൊണ്ടുവരിക. അയാളെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള പ്രയാസം മാനസികമായി അദ്ദേഹത്തിനുണ്ടെങ്കിലും പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിലും, അതുപോലെ ശാരീരികമായ അയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ രോഗങ്ങളോ ഉണ്ടെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ തന്നെയാണ് അയാൾ ഉദ്ധരിക്കേണ്ടത്, അദ്ദേഹം പറയേണ്ടത്. അപ്പൊ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള പ്രയാസം ഉണ്ടായാലും എന്തുമൂലം ഉണ്ട്, ഇപ്പൊ ഒരു പനി വന്നാൽ അയാളെ സംബന്ധിച്ചിടത്തോളം നബി പറഞ്ഞു, ഒരു രോഗിയെ നിങ്ങൾ സന്ദർശിച്ചാൽ മന്ത്രിച്ചു കൊടുക്കണം. മന്ത്രിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നബി പഠിപ്പിച്ച പ്രാർത്ഥനകൾ നിർവഹിക്കുക. ഏതൊരു രോഗം ഒരു വിശ്വാസിക്ക് വന്നാലും, സിഹിറിന് മൂലമായാലും അല്ലെങ്കിലും ഏത് രോഗം വന്നാലും മരുന്ന് മാത്രം വിഴുങ്ങുക എന്നതല്ല ഒരു മുഅ്മിനായ മനുഷ്യന്റെ രൂപം അല്ലെങ്കിൽ ഒരു നിലപാട്. മരുന്നിന് പോകാതെ വേറെന്തെങ്കിലും കാര്യത്തിൽ മാത്രം ഏർപ്പെടുക, അതുമല്ല. മരുന്നും അതുപോലെ തന്നെ പ്രാർത്ഥനകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ചികിത്സ അള്ളാഹുവിന്റെ ഖുർആൻ, അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതിനാണ് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പലതും പ്രത്യേകം റസൂലുള്ളാഹി എടുത്ത് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആ മാർഗം സ്വീകരിക്കുക, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നത്. ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കാകാത്ത വല്ല തേട്ടവുമുണ്ടോ? നേരത്തെ ഇവിടെ പ്രാർത്ഥനയെന്ന് പറഞ്ഞു, പ്രാർത്ഥനയെന്ന് അവരാരും ആരോപിച്ചിട്ടില്ല. ജിന്നിനോട് സഹായം തേടാമെന്നാണ് നിങ്ങൾ പറഞ്ഞതായിട്ട് പറഞ്ഞത്. ഞാൻ ചോദിച്ചത്, ജിന്നിനോട് സഹായം ചോദിച്ചാൽ ശിർക്കാകാത്ത വല്ല തേട്ടവുമുണ്ടോ? നമുക്കൊരു മടവൂരിയോട് തന്നെ ചോദിച്ചു നോക്കാം. അത് ഞങ്ങളല്ലേ തീരുമാനം. നിങ്ങളുടെ ചോദ്യം ഞങ്ങൾ പറഞ്ഞ പോലെ ചോദിച്ചു. നിങ്ങൾ മടവൂരി അല്ല, അത് എനിക്കറിയാം. നിങ്ങൾ മടവൂരി ആയതുകൊണ്ടല്ലല്ലോ അങ്ങനെ പറഞ്ഞത്. മറുപടി ഇപ്പൊ എങ്ങനെ പറഞ്ഞു? ഇപ്പൊ നിങ്ങൾ ഒരു പഠിച്ചിട്ട് വലുതായതുകൊണ്ട് എനിക്ക് പ്രയാസമൊന്നുമില്ലല്ലോ. ആ ഖുർആൻ സുന്നത്ത പറയാൻ പോണത്. ഖുർആൻ സുന്നത്ത് അല്ലാതെ വേറെ അതിൽ ഇപ്പൊ വടവൂരികൾ ഖുർആൻ സുന്നത്ത് അല്ലാതെ പറയണത്. അത് വേറെ ചോദ്യം ഉണ്ട്, അവിടെ ഇരിക്കട്ടെ. അപ്പൊ ഏതായിരുന്നാലും അതിന് മറുപടി പല വിധത്തിലുണ്ട്. മറുപടി പല വിധത്തിൽ പറഞ്ഞുതരാ. അതായത് ഏതെങ്കിലും സഹായതേട്ട് അങ്ങനെ ഉണ്ടോന്നാ, ജിന്നുകളോട് സഹായം തേടിയാൽ അങ്ങനെ ഏതെങ്കിലും ഒരു സഹായതേട്ട് ഉണ്ടോന്നാ. അതിനെ വിശദീകരിച്ചുകൊണ്ട് സാക്ഷാൽ മടവൂരികൾ തന്നെ പറയാം. നിങ്ങളെന്ന് വെച്ചാൽ വിഷമിക്കണ്ട, ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഇച്ചിരി ബോധപൂർവ്വം അവരെ കവർ ചെയ്ത് പറയണോണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ലല്ലോ, കേട്ടോളൂ. ജിന്നുകൾക്ക് അല്ലാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിന് അതീതമെങ്കിലും അതിന് അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല. അഭൗതികമായ കഴിവ് എന്ന് നാം ഉദ്ദേശിക്കുന്നത് അല്ലാഹു സൃഷ്ടികൾക്കാർക്കും നൽകാത്ത കഴിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിന്നുകൾക്കുള്ള കഴിവിനെ സംബന്ധിച്ച ഒരു വിശദീകരണം. എന്നിട്ട് വീണ്ടും ഇതിൽ കാണാം, അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അപ്പൊ ജിന്നുകൾക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും ഒരാൾ സഹായം ചോദിച്ചാൽ അതിനെയും പ്രാർത്ഥനയാണ് എന്ന് പറയാൻ കഴിയില്ല. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ജിന്ന് ഇവിടെ വരികയാണ്. ആ ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇവിടെ വന്നു, എനിക്ക് അയാളെ കാണാം. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ഞാനോട് സംസാരിക്കണം. എന്താ ജിന്ന സുഖാണോ, എവിടുന്നാ വരുന്നത്, എങ്ങനെയുണ്ട് എന്ന് അയാളോട് സംസാരിച്ചാൽ അത് അഭൗതികമല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചോദിച്ചതുകൊണ്ട് ശിർക്കാവുകയുമില്ല. ഇനി മാത്രമല്ല, വിശുദ്ധ ഖുർആൻ തന്നെ പരിശോധിച്ചാൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജിന്നുകളോട് സംസാരിക്കുന്നു, ജിന്നുകളെ കൊണ്ട് പല പണിയെടുപ്പിക്കുന്നു, ബന്നാവുകൾ ഉണ്ടായിരുന്നു എന്ന് മടവൂരികൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനാണ്, ഞാൻ മടവൂരി ചേർത്തി പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. വിശുദ്ധ ഖുർആൻ തന്നെ പറയാണ് സുലൈമാൻ നബിയുടെ സന്നിധിയിൽ ജിന്നുകൾ ഉണ്ടായിരുന്നു, ആ ജിന്നുകളെ കൊണ്ട് സുലൈമാൻ നബി പണിയെടുപ്പിച്ചിരുന്നു എന്ന്. അപ്പൊ അധീനമാക്കി കൊടുത്തിട്ടല്ലേന്നാ. അപ്പൊ ജിന്നാണല്ലോ, സംഗതി മനുഷ്യനായില്ലല്ലോ. അധീനപ്പെടുത്തിയത് കൊണ്ട് മനുഷ്യനല്ലാതാകുന്നില്ല. ജിന്നായ രൂപത്തിൽ തന്നെ സുലൈമാൻ നബിയുടെ മുന്നിൽ ജിന്ന് വന്നിരുന്നു. ഇഫ്രീത്ത് അടക്കമുള്ളവരുണ്ട്. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാം അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു, അവര് പണിയെടുക്കുന്നു, സുലൈമാൻ നബി അവരുമായി സംസാരിക്കുന്നു. അത് ശിർക്കല്ല, അത് ശിർക്കാണെന്ന് പറയുക സാധ്യമല്ല. ഇനി ആ രൂപത്തിൽ ആരെങ്കിലും പറഞ്ഞെങ്കിൽ അത് ഖുർആനിന് വിരുദ്ധമാണ്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊള്ളണം. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായി, അയാളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന ഉയരുന്ന സന്ദർഭമുണ്ടായി എങ്കിൽ ആ സന്ദർഭത്തിൽ ജിന്നെ
ജിന്നെ സഹായിക്കണേ, ജിന്നെ എന്നെ രക്ഷിക്കണേ, എന്റെ പാപം പുറത്തു തരണേ, എന്റെ പ്രയാസം നീക്കി തരണേ, ജിന്നെ എനിക്ക് സന്താനങ്ങളെ തരണേ എന്നിങ്ങനെ ചോദിച്ചാൽ അത് ശിർക്കാണ്, അത് കൊടും പാപമാണ്. അതിനെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, ഇൻ തദ്ഉഹും. പ്രാർത്ഥനയുടെ ഏതെങ്കിലും ഒരു ഘട്ടം, ആ ഘട്ടം ജിന്നുകളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ വന്നുപോയാൽ, ഒരിക്കലും നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥന ജിന്നായാലും മലക്കായാലും പ്രവാചകന്മാരായാലും ആരായാലും അവർ കേൾക്കുകയില്ല. വലൗ സമിഉ, ഇനി കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ മസ്തജാബു ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം തരില്ല. അത് ജിന്നാണെങ്കിലും മലക്കാണെങ്കിലും മനുഷ്യരാണെങ്കിലും അമ്പിയാക്കന്മാരാണെങ്കിലും ആരാണെങ്കിലും ആ പ്രാർത്ഥന അവരിലേക്ക് തിരിച്ചാൽ ഒരിക്കലും ഉത്തരം തരില്ല. അപ്പൊ നാം പറഞ്ഞു വന്നത്, ഒരിക്കലും ജിന്നിനോട് പ്രാർത്ഥിക്കുക എന്നത് പാടില്ല. പ്രാർത്ഥനാഭാവമുള്ള ഒരു തീട്ടവും ജിന്നിനോടല്ല, മലക്കിനോടല്ല, മനുഷ്യരോടല്ല, ഒരാളോടും പാടില്ല. അങ്ങനെ ചെയ്താൽ അത് ശിർക്കാണ്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ആരും ഉത്തരം തരില്ല. ജിന്ന് തരില്ല, മലക്ക് തരില്ല, അതുപോലെ തന്നെ മനുഷ്യൻ തരില്ല, പ്രവാചകന്മാർ തരില്ല, ആരും തരില്ല. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞത് സാക്ഷാൽ മടവൂരികളാണ്. ഇത് ഞാൻ പറയണമെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രാർത്ഥിക്കാന്ന് പറയുന്നവരുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണ്ടേ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥന പറ്റുള്ളൂ. ജിന്നിനെ ഞാൻ പറഞ്ഞു, അവരെ കീഴ്പ്പെടുത്തപ്പെട്ട അല്ലെങ്കിൽ മുന്നിൽ വന്ന് നിന്ന് നമ്മളുമായി സംസാരിക്കുന്ന ഒരു ഘട്ടമുണ്ട്, നമ്മുടെ സാന്നിധ്യത്തിലെത്തുന്ന ഒരു ഘട്ടമുണ്ട്. അങ്ങനെ ഘട്ടം ഉണ്ടാകുമെങ്കിൽ അവരോട് സംസാരിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അഭൗതികമായ മാർഗത്തിൽ ഒരാളോടും തേടാൻ പാടില്ല, ജിന്നിനോടും പാടില്ല. ആ അഭൗതികമായ മാർഗത്തിൽ ജിന്നിനോട് തേടിയാൽ ശിർക്കാണ്, കുഫ്റാണ്, യാതൊരുവിധ സംശയവുമില്ല. എന്നാൽ ഇവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ മടവൂരികൾ ഇവിടെ മുഖാമുഖം നടത്തിപ്പോലും പറഞ്ഞത് ജിന്നിന് കൊടുത്ത കഴിവുണ്ടെങ്കിൽ തേടാം, കുഴപ്പമില്ല. ജിന്നിന് കൊടുത്ത കഴിവുണ്ടെങ്കിൽ തേടാം, കുഴപ്പമില്ല എന്നാണ്. അത് ചെറിയ മുണ്ടം പറഞ്ഞത് ഇതിൽ തെറ്റില്ല എന്നാണ്. നിങ്ങൾ ആ ഭാഗം വിശദമായി വേണമെങ്കിൽ ഞാൻ കേൾപ്പിക്കാം. ഇവിടുത്തെ ക്ലിപ്പ് ഇവിടെ മാത്രമല്ല, പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. മറ്റൊരിടത്ത് പറഞ്ഞ ഭാഗം നിങ്ങൾ നന്നായി ഒന്ന് കേൾക്കുക. വിശദമായ രൂപമുണ്ട്, താൽക്കാലികമായി ഇപ്പൊ ഒന്ന് കേൾക്കുന്നുണ്ട്, ഞാൻ വിശദീകരിച്ചു തരാം. ചെറിയ മുണ്ടം എഴുതി എന്ന് പറഞ്ഞ് ഇവർ കാണിക്കുന്നതോ, ചെറിയ മുണ്ടം വളരെ കൃത്യമായി പറഞ്ഞത് അങ്ങനെ വല്ല കഴിവും കൊടുത്തു എന്ന വിവരം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്നാ. ചെറിയ മുണ്ടം എഴുതി എന്ന് പറഞ്ഞ് ഇവർ കാണിക്കുന്നതോ, ചെറിയ മുണ്ടം വളരെ കൃത്യമായി പറഞ്ഞത് അങ്ങനെ വല്ല കഴിവും കൊടുത്തു എന്ന വിവരം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്നാ. കണ്ടോ, ജിന്നുകൾക്ക് കഴിവ് കൊടുത്തിട്ടുണ്ടെന്ന് വിവരം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അതിനെന്താന്നാ അപ്പൊ ഒരു കാര്യം സംബന്ധിച്ച് കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോദിക്കാം, അതിനെന്താ? അങ്ങനെ കൈമലർത്താനേ മടവൂരിക്ക് കഴിയൂ. എന്നാ പിടിച്ചോ അടുത്തത്. എന്താ കഴിവ്? ഏത് കഴിവാ ജിന്നിന് കൊടുത്തത്? ജിന്നിന് കൊടുത്ത കഴിവുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ചോദിക്കാം എന്ന് പരസ്യമായി ഒന്നിലധികം സ്റ്റേജിൽ ഇവിടെ മുഖാമുഖം നടത്തി പോലും പറയുന്നു. എന്നാൽ ജിന്നുകളുടെ കഴിവ് നിങ്ങൾക്ക് കേൾക്കണോ? മടവൂരി എഴുതി ജിന്നിന്റെ കഴിവ്. ജിന്നുകൾക്ക് അഭൗതികമായ കഴിവുകളുണ്ടെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാകുമെന്ന് മുസ്ലിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. അപ്പൊ ജിന്നുകൾക്ക് അഭൗതികമായ കഴിവുണ്ട്, ജിന്നുകൾക്ക് കഴിവ് ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ ജിന്നുകളോട് ചോദിക്കാം. അപ്പോൾ അഭൗതികമായ നിലക്ക് കഴിവ് നൽകപ്പെട്ട ജിന്നുകളോട് ചോദിക്കാം എന്ന് പറഞ്ഞത് ആരാണ്? അഭൗതികമായ ജിന്നുകളോട് ചോദിക്കാമെന്ന് പറഞ്ഞത്? അഭൗതികമായ കഴിവ് ജിന്നുകൾക്കുണ്ടെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാകുമെന്ന് മുസ്ലിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. ഇനി കേട്ടോ, ജിന്നുകളുടെയോ മലക്കുകളുടെയോ പ്രവാചകന്മാരുടെയോ ഔലിയാക്കളുടെയോ കഴിവുകളെ അംഗീകരിച്ചാൽ മുശ്രിക്കാകുമെന്ന് മുസ്ലിങ്ങൾക്കും മുജാഹിദുകൾക്കും വാദമില്ല. ഇല്ലാത്ത വാദം അവരിൽ കെട്ടിവെച്ച് മറുപടിക്ക് സാഹസപ്പെടേണ്ടതില്ല. അപ്പൊ ജിന്നുകൾക്ക് അഭൗതിക കഴിവുണ്ട്. അഭൗതിക കഴിവുണ്ടെങ്കിൽ ചോദിക്കാം. കഴിവുണ്ടെന്ന് കെട്ടിയാ ചോദിക്കാനാണ്. ഇത് ഞാൻ പറഞ്ഞതല്ലോ. ഈ ബുക്ക് എടുത്ത് വെച്ചിട്ട് ഈ മുട നടന്ന മുഖാമുഖത്തിൽ പറഞ്ഞു. കൊടുത്ത കഴിവീന്നാ ചോദിക്കാന്ന് ചെറിയ മുണ്ടം പറഞ്ഞത്. അതിൽ തെറ്റില്ല. കൊടുത്ത കഴിവുണ്ടെന്ന് ബോധ്യപ്പെട്ട, പക്ഷെ കൊടുത്തിട്ടില്ല എന്ന് മൂപ്പര് തടിസലാമത്താക്കാൻ അവിടുന്ന് പറഞ്ഞു നോക്കി. പക്ഷെ അഭൗതികമായ കഴിവ് കൊടുത്തിട്ടുണ്ട്. ജിന്നുകൾക്ക് അഭൗതികമായ കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാകുമെന്ന് മുസ്ലിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല എന്ന് എഴുതി വെച്ചു. ഇനി മടവൂരിസം പിരിച്ചുവിടും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ വന്ന് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന് പറഞ്ഞാൽ, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്നൊരു വിട്ടുകൊണ്ട് കാലം കഴിച്ചു കൂട്ടുക എന്നത് നിരാശാബാധിത നിഷ്ക്രിയത്വമാണ് എന്ന് നോട്ടീസ് അടക്കം ഇറക്കിക്കൊണ്ട് പറയുകയും, ജിന്നുകളോട് അഭൗതികമായ കഴിവ് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന്, ജിന്നുകൾക്ക് അഭൗതികമായ കഴിവ് നൽകപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാകുമെന്ന് മുസ്ലിങ്ങൾ ആരും കരുതുന്നില്ല, മുജാഹിദുകൾക്ക് അങ്ങനെ വാദമില്ല എന്ന് എഴുതി വെച്ചിട്ട് മറ്റൊരിടത്ത് പറയാണ് അഭൗതികമായ കഴിവ് നൽകപ്പെട്ടിട്ടുണ്ട്, എങ്കിൽ കഴിവ് നൽകപ്പെട്ടത് ചോദിക്കുന്നതിൽ തെറ്റില്ല എന്ന്.
അപ്പൊ അഭൗതികമായ നിലക്ക് ജിന്നിനോട് ചോദിക്കാം എന്നാണ്. അത് ഇസ്ലാമിക വിരുദ്ധമാണ്, ശിർക്കാണ്, കുഫ്റാണ്. തദ്ഉഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശ്ശിർകികും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് തുടങ്ങി വിശുദ്ധ ഖുർആനിലെ ശതക്കണക്കിന് ആയത്തുകൾക്ക് വിരുദ്ധമായ സിദ്ധാന്തം, ആ വിഴുപ്പുപാണ്ഡം പേർ നടക്കുന്നവരാണ് മുജാഹിദുകൾ. അല്ലാത്തവരോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു, ജിന്നുകളോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ മന്ത്രം ഉരുവിട്ട് കിടന്നാൽ മടവൂരിയുടെ മനസമാധാനത്തിന് നല്ലതാണ്. പക്ഷെ ബോധമുള്ളവരോട് നടക്കൂല. അപ്പൊ കൃത്യമായ ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞു. അതെന്താ? ജിന്നുകളോട് സഹായം തേടുക എന്നത് നമ്മളെ അള്ളാഹ് ഏൽപ്പിച്ച പണിയല്ല. നമ്മളോട് അള്ളാഹ് പറഞ്ഞത് താവനു അലൽ ബിർരി വത്തഖ്വ, നിങ്ങൾ പരസ്പരം സഹകരിക്കണം, സഹായിക്കണം. ജിന്നുകളുടെ അടുക്ക പോയിട്ട് ജിന്നെ എന്തെങ്കിലും കൊണ്ടുപോവാ, ചോറുതാ, വെള്ളം താ, അങ്ങനെ ഒരു സമ്പ്രദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. നമ്മളെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകളെ കണ്ടിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകളെ പിടിച്ചിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകനെ വല്ലാതെ പിടിച്ചു പ്രയാസപ്പെടുത്തി ഒരു പിശാച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പിശാചിനെ പിടിച്ചു കെട്ടി അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയില്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഴിച്ചു വിട്ടു. കാരണം എന്താ? നബി എന്നിട്ട് കാരണം പറഞ്ഞു, എന്റെ മുമ്പ് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കഴിഞ്ഞു പോയിട്ടുണ്ട്, അദ്ദേഹം അള്ളാഹുവിനോട് ദുആ നടത്തിയിട്ടുണ്ട്, എനിക്ക് നൽകപ്പെട്ട ഈ അധികാരം മറ്റാർക്കും കൊടുക്കരുത് എന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് പ്രാർത്ഥിച്ചത് ഞാൻ ഓർത്തത് കൊണ്ടാണ് അവനെ വിട്ടയച്ചതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം തേടുക, മനുഷ്യരോട് ചോദിക്കുക, കാണുന്നവനോട് ചോദിക്കുക, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഹായ സഹകരണം ആവാ. അതിനപ്പുറം മൃഗങ്ങളൊക്കെ പോയിട്ട് എനിക്ക് വെള്ളം കോരിക്കൊണ്ടുപോകാന്ന് പറയാൻ പറ്റുമോ ഇല്ലേന്നൊരു ചർച്ച തന്നെ അസാങ്കത്യമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു പ്രയാസം വന്നാൽ ജിന്നിന്റെ അടുക്കൽ പോയി സഹായം തേടണം, സഹായം തേടിക്കോ എന്നത് ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞതല്ല, പഠിപ്പിച്ചതല്ല, പഠിപ്പിച്ചിട്ടില്ല, പഠിപ്പിക്കുകയുമില്ല എന്നാണ് അതിനെ സംബന്ധിച്ച് ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞാല് ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കാകില്ലേ എന്നാണ് ചോദിച്ചത്. ശിർക്കാകുമോ അല്ലേ? അതല്ല ശിർക്കാവാത്ത വല്ല സഹായം തേട്ടവും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. പിന്നെ നിങ്ങൾ പറഞ്ഞു ജിന്നിനെ കണ്ടാൽ സഹായം ചോദിക്കാന്ന്. കാണുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അതിന് ഇല്ലാത്ത കാര്യം എന്തിനാ പറയുന്നത്? കാണാത്ത നിലയിൽ സഹായം ചോദിച്ചാൽ ശിർക്കാകാത്ത വല്ലതുമുണ്ടോ? അതാണ് ചോദ്യം. അതല്ലാതെ ഞാൻ മടഗ്രൂപ്പൊന്നുമല്ല, ഞാൻ അനുഭാവിയാണ്. പക്ഷേ അതിന് എനിക്ക് ഖുർആനും സുന്നത്തും അനുസരിച്ച് മറുപടി പറയുക. ഞാൻ ഇത്രയൊക്കെ ഓതിയത് വെറുതെയാ? ഇനി വേറെ വല്ല ഖുർആൻ ഉണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ. അവർ ഷിയാക്കക്ക് ഖുർആൻ എടുത്ത 14,000 ആയത്തിന് പറഞ്ഞത് ആ ആയത്തിൽ നിന്ന് ഖുർആൻ ഓതാൻ എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞത് എന്താ? ജിന്നുകളോട് സഹായം തേടാനല്ല. ഇനി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജിന്നുകളോട് സംസാരിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു. അതൊരു മറ്റൊരു ഹദീസ്, ആ ഖുർആൻ തന്നെയാണത്. അതും ഖുർആൻ തന്നെ ഞാൻ പറഞ്ഞത്. അപ്പൊ ജിന്നുകളുമായി സുലൈമാൻ നബി സംസാരിച്ചു. അത് ശിർക്കാണ് എന്ന് ഞാൻ പറയില്ല, ലോകത്താരും പറയില്ല, അതറിയുന്നവരാരും പറയില്ല. അപ്പൊ ജിന്നുകളോട് ഏതെങ്കിലും നിനക്ക് സഹായം തേടിയാൽ ശിർക്കാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റയടിക്ക് ശിർക്കാണ്, ബലം പിടിച്ച് മസിൽ പിടിച്ചൊക്കെ പറയാൻ എളുപ്പമാണ്. അപ്പോ അതിങ്ങനെ പറയുമ്പോൾ അതിനപ്പുറത്ത് നിങ്ങൾ മറ്റേ വാദമായിട്ട് വരും. അപ്പൊ ഞാൻ അത് പരിഗണിക്കണം, ഇസ്ലാമിന്റെ ഒരു ഹുക്കുമ് ഞാൻ നോക്കണം. അപ്പൊ അതിനൊക്കെ കണക്ക് കൂട്ടിയാണ് ഞാൻ മറുപടി പറയുക. ഇനി എന്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്, അതിനനുസരിച്ച് ഉത്തരം കിട്ടണമെന്ന് വിചാരിച്ചൊരു ചോദ്യം ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന രൂപം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായും ആ വഴിക്ക് ഞങ്ങൾ പോകൂല, ആ വഴിക്ക് ഞങ്ങൾ വിശദീകരിക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേർക്കുനേരെ കാര്യം പറഞ്ഞു തരിക, മനസ്സിലാക്കാനുള്ള ബുദ്ധി തന്നു, ചിന്തിക്കാനുള്ള ബുദ്ധി തന്നു. ആ ബുദ്ധി അനുസരിച്ചുകൊണ്ട് സ്വീകരിക്കാവുന്നതാണ്. നേർക്ക് നേരെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ആ ജിന്ന് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഒരു സൃഷ്ടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുമായി ബന്ധപ്പെടാൻ നമ്മളോട് പറഞ്ഞില്ല. ഏതെങ്കിലും ഒരു കാര്യം അതുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കാനും പറഞ്ഞില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനോട് ചോദിക്കാൻ പറഞ്ഞില്ല. ഇനി അതല്ല, മനുഷ്യന്റെ പ്രയാസമുണ്ടാകുന്ന പ്രാർത്ഥനയുടെ ഘട്ടമാണെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ശൈത്താന്മാരോട് ഇസ്തിആദത്ത് നടത്തിയവരുണ്ട്, പിശാചുക്കളിൽ തവക്കുലാക്കിയവരുണ്ട്, ഖുർആൻ അതിനെ വിമർശിച്ചിട്ടുണ്ട്, അവരോട് പ്രാർത്ഥിച്ചവരുണ്ട്. അത് ശിർക്കാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ നിലക്ക് അവരോട് പ്രാർത്ഥിക്കുവാനോ തേടുവാനോ ഒന്നും പാടില്ല. അതേ നിലക്ക് ഒരാളെ സംബന്ധിച്ചിടത്തോളം ജിന്ന് നേർക്ക് നേരെ വന്നു, അല്ലെങ്കിൽ അയാൾക്ക് മുന്നിൽ ജിന്ന് കീഴ്പ്പെടുത്തപ്പെട്ടു അള്ളാഹുവിന്റെ പ്രത്യേകമായ തീരുമാനപ്രകാരം, എങ്കിൽ അയാൾക്ക് ആ ജിന്നുമായി സംസാരിക്കുകയോ ജിന്നിനെ കൊണ്ട് പണിയെടുപ്പിക്കുകയോ ചെയ്താൽ അത് ശിർക്കാണെന്നോ കുഫ്റാണെന്നോ പറയുക സാധ്യമല്ല. ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പറയുന്നത് ജിന്ന് കേട്ടോളും എന്ന് വിശ്വസിച്ചാലും അതും ശിർക്കാവുകയില്ല. ഒരാൾ സംസാരിക്കുന്നത് മലക്ക് കേട്ടോളും
എന്ന് വിചാരിച്ചാലും ശിർക്കാവുകയില്ല. ഇതിനൊക്കെ ഖുർആനിലും ഹദീസിലും ഒക്കെ ഒരുപാട് തെളിവുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, നീ താഴ്വരകളെ ആട്ടിൻപറ്റങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളാണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇതാക്കുന്ന ഫിൽ ഗനമി വൽ ബാദിയ, വല്ല താഴ്വരയിലോ അതുപോലെ തന്നെ ആട്ടിൻകൂട്ടങ്ങളോടൊപ്പമോ ആയിക്കഴിഞ്ഞാൽ നമസ്കാരത്തിന് വേണ്ടി സമയമായാൽ നിന്റെ ശബ്ദം നീ ഉയർത്ത്. കാരണം നീ ബാങ്ക് കൊടുത്താൽ നിന്റെ ശബ്ദം ജിന്നുകൾ കേൾക്കും, മലക്കുകൾ കേൾക്കും, മറ്റുള്ളത് കേൾക്കുന്നവരൊക്കെ കേൾക്കും. അങ്ങനെ കേട്ടാൽ അവർ സാക്ഷി നിൽക്കും എന്നൊക്കെ ഹദീസിലുണ്ട്. അവൻ മനുഷ്യന്മാർ സംസാരിക്കുന്നത് മറ്റുള്ളവർ കേൾക്കും. അങ്ങനെ കേട്ടു എന്ന് വിശ്വസിച്ചാലോ അവർ കേൾക്കുമെന്ന് പറഞ്ഞാലോ അതൊന്നും ശിർക്കാവുകയില്ല. നേരെ മറിച്ച് നമ്മളോടല്ല പറഞ്ഞത് ജിന്നുകളോട് സഹായം തേടാനല്ല, നേരെ മറിച്ച് മനുഷ്യർ പരസ്പരം സഹായം തേടാം. പ്രാർത്ഥന അത് അള്ളാഹുവിനോട് മാത്രമായിരിക്കണം എന്നതാണ്. ആ നിലപാടാണ് മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലപാടാണ് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ദസ്തക്കീർ, വള്ളക്കടവ്. കഴിഞ്ഞ ആഴ്ച വള്ളക്കടവിൽ ഒരു മടവൂർ പണ്ഡിതൻ വന്ന് ഒരു ക്ലാസ് എടുക്കുകയും അതിൽ പ്രവാചകന് സിഹർ ബാധിച്ചിട്ടില്ല എന്ന വിഷയത്തെ സംബന്ധിച്ച് ഒരുപാട് ഗ്രന്ഥങ്ങൾ കൊണ്ടുവരികയും ഒരുപാട് പണ്ഡിതന്മാർ അതിനെ വിമർശിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു. ആ ക്ലാസ്സിൽ പങ്കെടുത്ത നമ്മുടെ ഒരു സഹോദരൻ തന്നെ അതിൻ്റെ തെളിവുകൾ ചോദിക്കുകയുണ്ടായി. അത് കൊടുത്തില്ല. അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ തന്നെ ആ വിഭാഗത്തിലെ ഒരു സഹോദരനോട് നേരിട്ട് ചോദിച്ചു, അടുത്ത ആഴ്ച ഞങ്ങളുടെ പണ്ഡിതന്മാർ വരുന്നുണ്ട്, മുഖാമുഖമുണ്ട്, അതിൽ ചോദ്യങ്ങൾ ചോദിക്കാനാണ്, ഏത് പണ്ഡിതനാണ് വിമർശിച്ചിട്ടുള്ളത്, ഏത് ഗ്രന്ഥത്തിലാണെന്ന് ചോദിച്ചു. അത് തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുപോലെ 2 ഹദീസ് ലൊയീഫ് എന്ന് പറഞ്ഞു, അതിന്റെ തെളിവ് ഇതുവരെ കിട്ടിയില്ല. ഒന്ന്, പരീക്ഷയുടെ ഒരു വിഹിതമെങ്കിലും പിൻപറ്റിയവൻ മാതാവിനെ വ്യഭിചരിച്ചവനെ പോലെയാണ്. രണ്ടാമത്തത്, സഫുകൾ നിങ്ങൾ ചേർന്ന് നിൽക്കുക, പിശാജ് ആട്ടിൻകുട്ടി രൂപത്തിൽ വരുന്നു, അതും ലൊയീഫ് എന്ന് പറഞ്ഞു, അതിന്റെ തെളിവ് ചോദിച്ച് കിട്ടിയില്ല. എന്റെ ചോദ്യം ഇതാണ്, ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ് ഹയറും ഷെറും അള്ളാഹുവിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന്. എന്നാൽ ശുദ്ധ ഖുർആൻ 113 അധ്യായം സൂറത്തുൽ ഫലക്കിൽ വമിൻ ശർരിൻ നഫ്ഫാദാത്തി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്നവരുടെ തിന്മയിൽ നിന്നും അള്ളാഹുവിനോട്, ഉപദ്രവത്തിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നുണ്ട്. കെട്ടുകളിൽ ഊതുന്നവരിൽ നിന്നും ഉണ്ടായേക്കാവുന്ന ഉപദ്രവങ്ങൾ ഏതാണ്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? അല്ല, മാന്യ സുഹൃത്ത്, ഇതുപോലെ മടവൂരിൽ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ എനിക്ക് മാന്യമായിട്ട് പറയാനുള്ള സമയം വളരെ ചുരുങ്ങിയതുകൊണ്ടാണ്. നമുക്കിപ്പോ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മളിപ്പോ കൊണ്ടുവന്നതിന്റെ ഒരു കുമ്പിള് പോലും എടുത്തിട്ടില്ല, ഒരു തുമ്പിള് പോലും എടുത്തിട്ടില്ല. അതൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. വലിയ പ്രതീക്ഷയോടെ വന്നത്, പക്ഷെ വന്നപ്പോൾ നോക്കുമ്പോൾ കാര്യമായിട്ടൊന്നും ഇല്ല. അപ്പൊ ഇതൊക്കെ വെറുതെ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ആ പറഞ്ഞ മൗലവി ഏതാന്ന് വെച്ചാൽ ഞങ്ങളോട് ഇങ്ങ് വിട്ടു തന്നാൽ മതി. ഒരു പ്രയാസവും നിങ്ങൾ വിചാരിക്കേണ്ട. ഏത് മൗലവിയാണ് നിങ്ങളുടെയൊക്കെ വരുന്നത്, ആ മൗലവി ഇങ്ങോട്ട് പറഞ്ഞു വിടുക, എന്നിട്ട് ആ കിതാബായിട്ട് ഇങ്ങോട്ട് വരാൻ പറയാ, ഞങ്ങൾ ഇന്ന് സംസാരിക്കുക. ആ മൗലവി എടുക്കുന്ന കിതാബ് ഞങ്ങൾക്ക് അറിയാവുന്ന കിതാബാണ്, ഞങ്ങൾ കണ്ട കിതാബാണ്. ഇനി ആ വിഷയത്തിൽ, ഹദീസ് സിഹറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, റസൂലുള്ളാഹിയുടെ ഹദീസുമായി ബന്ധപ്പെട്ട വിഷയം, ഏത് വിഷയമാണെങ്കിലും അത്തരത്തിലുള്ള, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എന്താ ചോദിക്കാതിരുന്നത്? ഇത്രയും സമയം തന്നല്ലോ. ഇവിടെ അബൂ ഹനീഫ ഇമാമ് സിഹർ നിഷേധിച്ച ആളാണ്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചുവല്ലോ. നിങ്ങൾ ആ ഉദ്ധരണിയെങ്കിലും ഒന്ന് പറയണ്ടേ? അതൊക്കെ പ്രതീക്ഷിച്ചല്ലേ വരിക. ഹദീസ് സിഹർ അതൊക്കെ ഒന്ന് പറയണ്ടേ? അതൊക്കെ പറയാൻ തയ്യാറായിട്ടാ വന്നത്. പക്ഷേ എന്തായിരുന്നാലും എണീറ്റ് ചോദിക്കാനുള്ള ധൈര്യം കാണിക്കുന്നില്ല. ഇനി ഏതായിരുന്നു ആ മുസ്ലിയാർ ആരാണോ അല്ലെങ്കിൽ ആ മൗലവി ഏതാണോ, ആ മൗലവിയെ ഞങ്ങൾക്ക് വിട്ടുതരിക, ഞങ്ങൾ സംസാരിച്ചു കൊള്ളാം, തശ്വീഷ് ഉണ്ടാക്കാൻ നിൽക്കണ്ട, നേരെ മറിച്ച് ആ വിഷയത്തിൽ സംസാരിക്കാം എന്ന് പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ എന്റെ സുഹൃത്തിനോട് വളരെ ചുരുക്കി പറയാനുള്ളത്, ഇദ്ദേഹം ആ നഫാത്താത്തി ഫിൽ ഉഖദ് അതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ കൃത്യമായി പല പണ്ഡിതന്മാരും വ്യാഖ്യാനിച്ചത് സാഹിറുകളെ സംബന്ധിച്ചാണ് ഉദ്ദേശിച്ചത് എന്നാണ്, സാഹിറുകളെ സംബന്ധിച്ചാണെന്നാണ്. എന്നാൽ നഫാത്താത്ത് എന്ന് പറഞ്ഞാൽ, നഫാത്താത്ത് എന്നത് സ്ത്രീലിംഗ പ്രയോഗമായതുകൊണ്ട് അവിടെ പെണ്ണുങ്ങളാണ് ഉദ്ദേശം, അത് മാത്രമേ സ്വീകരിക്കാവൂ എന്ന അർത്ഥത്തിൽ സലാഹ് സുല്ലമി പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായത്തിന് മുൻതൂക്കമില്ലാത്ത അഭിപ്രായമാണ്. അതിന്റെ വിശദീകരണം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ അമാനി മൗലവിയുടെ തഫ്സീർ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അതാണ് മുജാഹിദ് പ്രസ്ഥാനം ആ വിഷയത്തിൽ പറയുന്നത്. സലാഹ് സുല്ലമി ഇതിന് വിരുദ്ധമായി പലതും പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് തെളിവല്ല എന്നാണ്. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് മജീദ് സലാഹി നമ്മോട് വിശദീകരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ സംവാദം അവസാനിക്കുകയാണ്. സംവാദം എന്ന് പറയുമ്പോൾ അറിയാനും അറിയിക്കാനുമുള്ള വേദി എന്നാണ് അർത്ഥമാക്കുന്നത്.
ഇവിടെ 11 മണി മുതൽ ഈ സമയം വരെയും വിശദീകരിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും സലഫുസ് സാലിഹീങ്ങളായ പണ്ഡിതന്മാരുടെ വിഖ്യാതമായ പ്രഖ്യാതമായ ആശയാദർശങ്ങളുടെയും വ്യാഖ്യാനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇവിടെ കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു തൊള്ള പറയുക അല്ലെങ്കിൽ ഒരു വാചാട്ടോപ്പം നടത്തുക എന്നതിൽ കവിഞ്ഞുകൊണ്ട് വിശുദ്ധരായ പണ്ഡിതന്മാർ ഇവിഷയകമായി എന്തു പറഞ്ഞു, ഖുർആൻ എന്തു പറഞ്ഞു, ഹദീസ് എന്തു പറഞ്ഞു എന്ന് കൃത്യമായി ഇവിടെ സമർത്ഥിക്കുകയുണ്ടായി. സത്യം ഇന്നതാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ സത്യത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് സത്യവിശ്വാസികളുടെ ബാധ്യത. കാരണം പിശാച് മനുഷ്യന്റെയും സത്യത്തിന്റെയും ഇടയിൽ മറയിടുവാൻ വേണ്ടി നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. വാദപ്രതിവാദങ്ങളാവാം, സംവാദങ്ങളാവാം, അറിയാനും അറിയിക്കാനുമുള്ള സദസ്സുകളാവാം. പക്ഷേ എല്ലാം നസീഹത്തിന്റെ അർത്ഥതലങ്ങൾ ഉൾക്കൊണ്ടവയായിരിക്കും.